ഇന്ന് നമുക്ക് നല്ല ഇരുമ്പാമ്പുളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഈ അച്ചാർ എത്ര കാലം വരെ കേടുകൂടാതെ ഇരിക്കും, അതിൻ്റെ റെസിപ്പി നോക്കാം. കുറച്ച് ഇരുമ്പാമ്പുളി വേണം, കുറച്ച് വലുത് വേണം. നല്ല ചെറുത് എടുക്കരുത് കേട്ടോ. വലുതുണ്ടെങ്കിലാണ് ഉണങ്ങിയാൽ ശരിക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നന്നായി ചെറുതായി പോവും. കുറച്ചെങ്കിലും വലിപ്പം വേണ്ടേ, എന്നാൽ വലുതെടുത്താലാണ് കുറച്ചെങ്കിലും വലിപ്പം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നമ്മൾ 3 ദിവസം ഇങ്ങനെ ഉണക്കാനിട്ടു. എന്നിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് 3ാമത്തെ ദിവസം. അതുപോലെ ഞാൻ വേറൊരു ദിവസം കുറച്ച് ഉണക്കിയെടുത്തു. എന്നിട്ട് രണ്ടും കൂടിയാണ് അച്ചാറിട്ടത്. ഇത് പിന്നത്തെ ദിവസം ഉണക്കിയിട്ടത്. 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി, നല്ല ഉണങ്ങി കിട്ടി. ഇത്രയും തന്നെ അങ്ങോട്ട് ഉണങ്ങണ്ടായിരുന്നു. ഇത് ഉണക്കിയപ്പോൾ നല്ല വെയിലായിരുന്നു, അപ്പോൾ വേഗം 2 ദിവസം കൊണ്ട് നല്ല മുരിഞ്ഞ പോലെ ഉണങ്ങി കിട്ടി. ഇനി ഈ അച്ചാറിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കടുക് വേണം, കടുക് പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി. ഉപ്പും മുളക് പൊടി നല്ല വേണം, നല്ല പുളിയല്ല. ഇരുമ്പുള്ളി ഉണങ്ങി കിട്ടിയാലും നല്ല പുളിയായിരിക്കും, അപ്പോൾ ഉപ്പും മുളക് പൊടി നല്ല ചേർക്കണം. പിന്നെ വേണ്ടത് പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച്, നല്ലെണ്ണ നല്ല ചൂടായി വരുമ്പോൾ മുളക് പൊടി ഇടുക. സിമ്മിലിടണം കേട്ടോ, ഗ്യാസ് സിമ്മിലിടണം. എന്നിട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി, കടുക് പൊടി, ഉപ്പ്, കായപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഉപ്പും എരിവൊക്കെ നല്ല ചേർക്കണം. ഇരുമ്പുളി ഭയങ്കര പുളിയായിരിക്കും, അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഇത് ചേർത്തിട്ട് കാര്യമില്ല. കുറച്ച് അധികം തന്നെ ചേർക്കണം. കുറച്ച് കാലം ഇരുന്നിട്ടാണ് ഈ അച്ചാർ കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴേക്കും ഈ പുളിയൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഈ ഉപ്പും എരിവിൻ്റെയും കൂടെ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ചധികം വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഉണങ്ങിയ ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഉണങ്ങിപ്പോയിട്ടോ, ഇത്ര തന്നെ ഉണങ്ങണമെന്നില്ല, എന്നാൽ ഒത്തിരി സോഫ്റ്റായിട്ട് കിട്ടും. ഇരുമ്പുളി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് കുക്കാവണമെന്നില്ല, അപ്പോൾ അതിലിട്ടിട്ടൊന്ന് ഇളക്കേ വേണ്ടുള്ളൂ. ഇനി അത് ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം, കുറേ നേരം മിക്സ് ചെയ്യണം, എന്നാലാണ് എല്ലായിടത്തേക്കും നന്നായി പിടിക്കുകയുള്ളൂ. അതിനുശേഷം പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അധികമാണെങ്കിൽ അധികം, കുറച്ചാണെങ്കിൽ കുറച്ച്. ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കാം, വിനാഗിരി. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊട്ടണ പാത്രത്തിൽ എപ്പോഴും അച്ചാർ സൂക്ഷിക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് പാത്രത്തിൽ അങ്ങനെ യൂസ് ചെയ്യരുത്. ഇതൊരു 1-1.5 മാസമൊക്കെ ഇരുന്നിട്ട് വേണം കൂട്ടി തുടങ്ങാൻ. അതിലും അധികം ഇരിക്കും, എത്ര കാലം വരെ വേണമെങ്കിൽ ഇത് കേട് വരാതെ ഇരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ 1-1.5 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് പഴകിയിട്ട് തന്നെ ഉപയോഗിക്കണം, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ ഇരുമ്പുളി നിറയെ ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കില്ലേ? ഇങ്ങനെ ചെയ്തു നോക്കൂ, അപ്പോൾ എത്ര കാലം വരെ കേടുകൂടാതിരിക്കും. നിങ്ങളും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ആ ബെൽ ബട്ടണിൽ കൂടി ക്ലിക്ക് ചെയ്യാം. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരും.